വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പിള്ളി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായ PN സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, മെയ് മാസം 4-ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരികയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം മൂളം ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പിന് മുമ്പും പല ആളുകളും നടത്തിയ സർവേകളും ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയും ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 90-ൽ കൂടുതൽ സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് കഴിഞ്ഞ ദിവസം CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് പറയുകയുണ്ടായി. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ സഖാവ് സേവ്യർ ചിറ്റിലപ്പിള്ളി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ജയിച്ചു വരാൻ ആവശ്യമായിട്ടുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിലയിരുത്തിയത്. കഴിഞ്ഞ തവണ 15,168 വോട്ടിൻ്റെ ഭൂരിപക്ഷം വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ സഖാവ് സേവ്യർ ചിറ്റിലപ്പിള്ളിക്കുണ്ടായി. ഇത്തവണ അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുള്ളത്. 231 ബൂത്തുകളിലായി എല്ലാ ബൂത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ രൂപമായ ബൂത്ത് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് എല്ലാ ബൂത്തിലും 4 സ്ക്വാഡുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ആ സ്ക്വാഡുകളുടെ പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ സ്ക്വാഡുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം ഏകദേശം 4-5 തവണ ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് അവരോട് സംസാരിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിനകത്ത് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ 1279 കോടി രൂപയുടെ ഓരോ മേഖലയിലും വ്യത്യസ്തമായി ജനങ്ങൾക്ക് അതിൻ്റെ അനുഭവസ്ഥരായി അതിലുപകാരം ലഭ്യമാകാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. UDF ഇവിടെ ചോദിച്ചത് എന്താണ് കഴിഞ്ഞ 5 വർഷം ചെയ്തതെന്നാണ്. ഇപ്പം നമ്മുടെ മുമ്പിൽ വടക്കാഞ്ചേരി പാലം, പുതുപ്പാലം അല്ലെ പഴയ പാലം, ബ്രിട്ടീഷുകാരുടെ കാലത്ത് കയറ്റിയ പാലം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF-ൻ്റെ സ്ഥാനാർത്ഥിയും കോൺഗ്രസും ഒക്കെ തന്നെ അന്ന് പറഞ്ഞിരുന്നത് പാലം പൊളിക്കില്ല എന്നുള്ളതാണ്. ഇത് തള്ളിച്ചാണ് എന്നാണ് പറഞ്ഞത്. വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിൻ്റെ പ്രവർത്തനം, വടക്കാഞ്ചേരി ഗേൾസ് സ്കൂളിൻ്റെ പ്രവർത്തനം സ്വാഭാവികമായും ഉണ്ടാവുന്നതാണ് റോഡുകളുടെ വികസന പ്രവർത്തനം എന്ന രീതിയിൽ പറയുന്ന ആളുകളും അതിൻ്റെ ഭാഗമായി പ്രത്യേകമായിട്ടുള്ള ഷൊർണൂർ കൊടുങ്ങല്ലൂർ സ്റ്റേറ്റ് പാത എന്നറിയപ്പെടുന്ന നമ്മുടെ വടക്കാഞ്ചേരി മുതൽ പോകുന്ന പാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മൾ നേരിട്ട് അനുഭവിക്കുക. ബൈപ്പാസിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനം ആരംഭിക്കുക.